ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ചെറിയൊരു യാത്രയ്ക്ക് ഇറങ്ങിയാണ്. നമ്മുടെ നാട്ടിൽ നിന്നല്ലേ നിലമ്പൂരിനടുത്തുള്ള ഒരു ബംഗ്ലാവും കുന്ന് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിലേക്കാണ് നമ്മളിന്ന് യാത്ര പോകുന്നത്. നിലമ്പൂരിൽ നിന്നൊരു അപ്രോക്സിമേറ്റ് 3-4 കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ ആണ് ഈ ബംഗ്ലാവും കുന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ബംഗ്ലാവും കുന്ന് എന്തൊക്കെയുള്ളത്, അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതൊരു പ്രാവശ്യം കാണാനുണ്ട് എന്ന് തന്നെ തോന്നുന്നു. ഇപ്പോൾ ഞങ്ങളൊരു പോകുന്ന വഴിയിലാണ്. ആ വഴിയിൽ നല്ല ഒരു ഹരിത ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ എൻ്റെ അടുത്ത ഫ്രണ്ട് കമലിനെയും കുട്ടിയും ഞങ്ങൾ രണ്ടുപേരുമാണ് പോകുന്നത്. ഒരു ചെറിയൊരു കാട്ട് റോഡാണ്. ആ റോഡ് അത്ര നല്ല റോഡൊന്നും അല്ല. എങ്കിലും നമ്മൾ സ്കൂട്ടിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഓടിച്ചുകൊണ്ട് പോവാം. ചെറിയ 1-2 എയർപിൻ വളവ് പോലെ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ. നല്ല ടെമ്പറേച്ചർ, നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ശരിക്കും നല്ല വെയിലാണ്, ഇപ്പോൾ നല്ല ചൂടില്ല. പക്ഷേ ഇതിനുള്ളിലേക്ക് കയറിയപ്പോൾ ഞങ്ങൾക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ. നമ്മൾ ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ശിക്ഷാർഹമാണ്. DFO നിലമ്പൂർ. നമ്മളൊരിക്കലും വേസ്റ്റ് ഒന്നും കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ ഫോറസ്റ്റിൻ്റെ മണ്ണിലാണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ കാടിനെ ഇതേപോലെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും അതേപോലെ തന്നെ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ബംഗ്ലാവിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ കവാടം നമ്മളെത്തി. പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരരുത്. അതുപോലെ തന്നെ ഇവിടെ നിക്ഷേപിക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ പാലിക്കണം. കാരണം നമ്മളാണ് ഇതുപോലെ അടുത്ത തലമുറയിലേക്ക് എത്തിക്കേണ്ടത്. നമുക്ക് നേരെ ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് നടക്കാം. ഇതാണ് ആ ബംഗ്ലാവ്. 1928 ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ബംഗ്ലാവാണിത്. DFOക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബംഗ്ലാവാണിത്. ബ്രിട്ടീഷുകാരാണ് ഇത് ഉണ്ടാക്കിയത്. നമുക്ക് ഈ ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഒന്ന് ബംഗ്ലാവിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഈ ബംഗ്ലാവ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഫുള്ള് തേക്ക് ഈട്ടി മരങ്ങൾ കൊണ്ടാണ്. നമുക്ക് ഇന്നത്തെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു. ഈ ബംഗ്ലാവിൻ്റെ മെയിൻ ഡോറാണിത്. സ്റ്റെയറുണ്ട്. ഈ മരം കൊണ്ടുണ്ടാക്കിയ സ്റ്റെയറാണ്. നമ്മൾ പഴയ 1928 ഉണ്ടാക്കിയ ആ മരമൊക്കെ അതേപോലെ തന്നെ നല്ല സ്ട്രെങ്ത്തിൽ നിൽക്കുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഈ ഫ്ലോർ ഫുള്ള് വുഡാണ്. നല്ല ഇതെല്ലാം തേക്ക് ഈട്ടി മരം കൊണ്ട് ഹാർഡ് വുഡ് കൊണ്ട് ഉണ്ടാക്കിയ ഫ്ലോറാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ 2 സൈഡിലേക്കും കോറിഡോർ, ലെഫ്റ്റും റൈറ്റും കോറിഡോർ ഉണ്ട്. പിന്നെ ഫ്രണ്ടിലൊരു ബാൽക്കണി. ഫ്രണ്ടിൽ തന്നെ നല്ലൊരു ബാൽക്കണി ഉണ്ട്. ഈ ബാൽക്കണിയിലെല്ലാം ഉണ്ടാക്കിയിട്ട് വുഡ് കൊണ്ടാണ്. ഇതാണ് ഫുള്ള് വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ ജനലുകൾ ഇതെല്ലാം ഈ ജനലുകളൊക്കെ നമുക്ക് നശിച്ചു പോയിട്ടുണ്ട്. ഗ്ലാസൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. ഏകദേശം 100 കൊല്ലത്തിനടുത്ത് പഴക്കമുള്ള ഒരു ബംഗ്ലാവാണ്. നമുക്ക് ലെഫ്റ്റ് കോറിഡോറിൽ ഒന്ന് പോയി നോക്കാം.
നമുക്കിതിലെ വീണ്ടും തിരിച്ചു വന്നെങ്കിൽ ഇവിടെ ഒരു ഹോളാണ്. ഈ ഫ്ലോറെല്ലാം വുഡാണ്, വുഡ് വെച്ചിട്ടാണ് ഈ ഫ്ലോറെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് ബാക്ക് ബാൽക്കണിയാണ്. നമുക്ക് ബാക്ക് ബാൽക്കണി വിൻഡോയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ പുറകുവശത്ത് ചാലിയാറാണ് ഈ കാണുന്നത്. പക്ഷെ നമുക്കിപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ മരങ്ങളൊക്കെ നല്ല വലുതായി വള്ളിയൊക്കെ പിടിച്ചിട്ട് ചാലിയാർ ശരിക്കും കാണുന്നില്ല. ബാക്കിലൂടെ ചാലിയാറാണ് ശരിക്കും ഒഴുകുന്നത്. ആദ്യം ശരിക്കും പറഞ്ഞിരുന്നത് ഇവിടെ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ചാലിയാറിലൂടെ ബോട്ടൊക്കെ വന്ന് അടുപ്പിച്ചിരുന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. നമുക്ക് റൈറ്റ് കോറിഡോറാണ്. കോറിഡോറിലെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ജനലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്കൈവേ കാണാൻ പറ്റും. 2006 ഉണ്ടാക്കിയതാണ് ഈ സ്കൈവേ. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് താഴത്തെ സ്കൈവേയിലൂടെ നമുക്ക് നടക്കാം. നമുക്ക് ഈ താഴത്തേക്ക് പോവാം. താഴത്ത് പോയി നമുക്ക് ബംഗ്ലാവിൻ്റെ തൊട്ടടുത്ത പരിസരങ്ങളൊന്നും സ്കൈ പാത്ത് അവിടെയാണ്. നമുക്ക് നേരെ സ്കൈ പാത്തിലൂടെ നമുക്ക് നടന്നു പോകാം. നമ്മുടെ ഒരു ട്രീയുടെ ഒക്കെ ഹൈറ്റിലാണത് ആ സ്കൈ പാത്ത് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ അടുത്തൂടെ പോയി നോക്കാം. ഇവിടെ സ്റ്റെപ്പില്ല, ബട്ട് നമുക്ക് സ്റ്റെപ്പില്ലാതെ നമുക്ക് ഇതിനെ കാണാം. 2006 ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉണ്ടാക്കിയതാണ് ഈ സ്കൈ പാത്ത്. ഏകദേശം ഈ മരത്തിന്റെ ഒരു പകുതി ഹൈറ്റിൽ സ്കൈ പാത്ത് ഉണ്ട്. നമുക്ക് നല്ലൊരു വ്യൂ ആണ് ഇവിടെ. ഇതിന്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ ആണ്. നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. നല്ല സ്ഥലമാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ തന്നെയാണ്. കോൺക്രീറ്റ് പില്ലേഴ്സ് ആണിത്. എല്ലാം കോൺക്രീറ്റിന്റെ കോൺക്രീറ്റ് പില്ലേഴ്സ് ആണ്. അതുമായിട്ട് നമ്മളെ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയത്. ഫുള്ള് ഇരുമ്പാണ് ഈ പാത്ത്. നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്.
ബംഗ്ലാവിലേക്കുള്ള പഴയ സ്റ്റെപ്പുകളാണിത്. ഈ സ്കൈ പാത്തിന് പകരം വന്ന് സ്റ്റെപ്പ് ഉണ്ടായിരുന്ന സ്റ്റെപ്പാണത്. നേരെ നമ്മൾ ആ റോഡിലേക്കാണ് ഈ സ്റ്റെപ്പ് പോകുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ഈ വ്യൂസ് ആസ്വദിക്കാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ ഓരോ റെസ്റ്റിംഗ് സ്റ്റേഷൻ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ സ്കൈ പാത്ത് അവസാനിക്കാറായി. നേരെ ഈ റോഡിലേക്കാണ്. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന റോഡാണിത്. ഈ റോഡിൽ വന്നിട്ട് ഈ റോഡിന്റെ താഴത്ത് വന്നിട്ടാണ് ഇത് അവസാനിക്കുന്നത്. നേരെ ഈ റോഡിലേക്ക് വന്നിട്ട് നമ്മുടെ ഈ സ്കൈ പാത്ത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളെ സ്റ്റെപ്പ് തിരിച്ചു കയറാൻ പോവാണ്. ഇപ്പോൾ സമയം ഉച്ചയിൽ തിരിഞ്ഞതിന് ശേഷം കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നേരത്തെ ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രം ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നല്ലൊരു അനുഭവമാണ്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണും. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ സമയമായി, ഇപ്പോൾ 3:30 ഇത്ര തന്നെ ഉള്ളൂ നമുക്ക് ഇവിടെ കാണാൻ. ഏതായാലും നമുക്കൊരു ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നിങ്ങളെല്ലാവരും വന്ന് കാണണം. ഒരു സ്കൈ പാത്തൊക്കെ സ്കൈ വേ ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, ഒരു വട്ടമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. സോ എനിവേ, അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.